അതിൽ പകുതി പേര് മഫ്റ്റിയിലും പകുതി പേര് യൂണിഫോമിലും. എൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ട്, 6 റൗണ്ട് ലോഡഡാണ്. അത് അയാൾ വന്ന് എൻ്റെ ചെവിട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറ് വണ്ടിയിൽ കയറിയിരിക്കും, ഇങ്ങനെ പുറത്ത് കണ്ട. എന്ത് ചോദിച്ചു? സാർ ആ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയാൽ സാർ നേരത്തെ കണ്ട ആൾക്കാരെല്ലാം നിൽക്കുന്നത് അവർക്ക് ഈ പ്രദേശത്തെ ഗുണ്ടകളാണ്. എങ്ങാനും ആ പോകുന്ന വഴിയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റി റൂട്ട് തെറ്റി എങ്ങാനും ഇവരുടെ മുന്നിൽ വന്ന് പെടന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞു പണി. പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ കാണുമ്പോൾ സിനിമയിൽ കാണുന്ന പോലെയാണ്. പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരടക്കം തോക്കിട്ടിട്ടു അവർ സ്റ്റേഷനിൽ ഓടിപ്പോയി. നമ്മളിപ്പോൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് പോലുള്ള സിനിമകളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ സാറിൻ്റെ സർവീസ് ജീവിതത്തിൽ ഇങ്ങനൊരു കേസുമായി ബന്ധപ്പെട്ടൊരു അന്യസംസ്ഥാനത്തേക്ക് പോകുന്നു, അവിടെ നമ്മുടെ ജീവന് വരെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഏതെങ്കിലും ഓർത്ത് പറയുകയാണെങ്കിൽ, ചാവക്കാട് ഒരു വീട്ടിൽ ഒരു ഹൗസ് തെഫ്റ്റ് കിടക്കുകയാണ്, 32 പവൻ. അത് വീട്ടിലൊരു ഹൗസ് മെയ്ഡ് വേലക്കാരിയാണ്. അത് അവളുടെ ഒരു കാമുകനായിട്ടുള്ള പോലെയുള്ള ഭർത്താവിൻ്റെ ചേട്ടനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവസാനം ഇവനെ പിടിച്ചു, ഈ കാമുകനെ പിടിച്ചു. അപ്പോൾ അവനെ പിടിച്ചപ്പോൾ അവൻ പറഞ്ഞു, സ്വർണം വിറ്റിരിക്കുന്നത് തമിഴ്നാട്ടിൽ ചെന്നൈക്ക് അടുത്താണ്. ആ പെണ്ണുമ്പിള്ള അവൾ അവിടെ ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നിരിക്കുന്നതാണ്, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. സാധാരണ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും തരത്തിൽ ടാക്സി വിളിച്ചൊക്കെ പോകാറ്. അപ്പോൾ കുറേ അനുഭവങ്ങളുണ്ട്. കാരണം അവിടെ പോയി നമ്മൾ സ്വർണ്ണം റിക്കവറൊക്കെ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇത് നഷ്ടപ്പെട്ടവർ പറയും, ഞങ്ങൾക്ക് ആകെ 75 പവൻ പോയി, പക്ഷേ 50 പവനേ കിട്ടിയുള്ളൂ, ബാക്കി 25 പവൻ പോലീസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആകെ കിട്ടുന്ന കൂലി ഇതാണ് ഈ കളവ് കേസ് അന്വേഷിക്കാൻ പോയി. എഫർട്ട് എടുത്താലും അതിനൊരു നന്ദി ഉണ്ടാവില്ല ഒരിക്കലും ഇതിനകത്ത്. അവർ അറിയുന്നില്ല അവർ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളും കൂടെ പോരാ, നിങ്ങളൊരു വണ്ടി ഹയർ ചെയ്തോ. അപ്പോൾ അവരുടെ വണ്ടിയിൽ അവിടുത്തെ വീട്ടുകാരൻ്റെ മകനെയും കൂട്ടിയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയി. റെഡ് ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു വളരെ പ്രകൃതി രമണീയമായൊരു വനപ്രദേശമാണ്. അപ്പോൾ വണ്ടിയിൽ പ്രതി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഒരു വീട്ടിലാണ് അവളെ താമസിപ്പിച്ചിരിക്കുന്നൊരു വാടക വീട്ടിൽ. അപ്പോൾ അവിടെ ചെന്നു, അവൾ വിളിച്ച പാടെ തന്നെ ഇറങ്ങി വന്നു. കയ്യിലൊരു തുണിക്കെട്ടുണ്ട്, അത് വന്ന് വണ്ടിയുടെ പുറകിലിരുന്നു. ഇവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി നിർത്തി ഇവനെ ഈ ജ്വല്ലറികളിലൊക്കെ ഇവനെ കാണിച്ചു. ഒരു 4-5 അടുത്തടുത്തടുത്ത ജ്വല്ലറികളാണ്, ചെറിയ ചെറിയ ജ്വല്ലറികളാണ്. ഈ മോഷണമോലൊക്കെ വാങ്ങിക്കുന്നതൊക്കെ തന്നെയാണ് ഒരു പണി. അവരെല്ലാവരും സഹകരിച്ചു. മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ വന്ന് അവരെല്ലാവരും സഹകരിച്ചു. ഒരാൾ മാത്രം പറഞ്ഞു, സാറേ ഇത്തിരി പോരായ്മയുണ്ട്, എനിക്കൊരു 2 മണിക്കൂർ സമയം തന്നു കഴിഞ്ഞാൽ ഞാനതെങ്കിലും അറേഞ്ച് ചെയ്ത് കാശ് അറേഞ്ച് ചെയ്യാം. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും, കാശ് തന്നില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് വേണ്ട സാറേ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സമയം ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ 12:30 കഴിഞ്ഞിട്ട് 4 മണിയായി ഉച്ചരിഞ്ഞു. 4 മണിയായിട്ട് പിന്നെ ആരും കാണുന്നില്ല, മലയാളി അസോസിയേഷൻ്റെ ആരും കാണുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ കള്ളൻ അവിടെ ഇരുന്നിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്, സാറിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ആകെ കൂടി ഒരു 5-6 ആളുണ്ട്. അതിൽ പകുതി പേര് മഫ്റ്റിയിലും പകുതി പേര് യൂണിഫോമിലും. എൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ട്, 6 റൗണ്ട് ലോഡഡാണ്. ഇത്രയാണ് എൻ്റെ ഒരു ഇതിനകത്ത്. അയാൾ വന്ന് എൻ്റെ ചെവിട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറ് വണ്ടിയിൽ കയറിയിരിക്കും, ഇങ്ങനെ പുറത്ത് കണ്ട. എന്ത് ചോദിച്ചു? സാർ ആ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയാൽ സാർ നേരത്തെ കണ്ട ആൾക്കാരെല്ലാം നിൽക്കുന്നത് അവരൊക്കെ ഈ പ്രദേശത്തെ ഗുണ്ടകളാണ്. അവരൊക്കെ കൈ പുറയിലും കെട്ടി നിൽക്കുക, കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. അവരിലൊക്കെ ആയുധം ഉണ്ടാവും സാറേ, വണ്ടി പോകാനും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ പോലീസുകാരാകെ പകച്ചു. നമുക്ക് പരിഭ്രമമൊക്കെ ഉണ്ട്, കാരണം മുന്നോട്ട് പോയാൽ മല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങോട്ടുള്ള വഴിയിൽ ഇവർ ഒരു തടിയോ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ, വാഹനം പോയി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ലോ ആൻഡ് ഓർഡർ ഉള്ളിടത്തും വാഹനം നമ്മൾ ബ്രേക്കായി കഴിഞ്ഞാൽ നമ്മൾ ആകെ അന്തപ്പെട്ടു പോകും. നമുക്ക് ഈ ആൾക്കാർ മുഴുവൻ വെടി വെച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊന്നും അറിയാത്ത പോലെ അതിൽ ഒരാളെ വിളിച്ചു. നമ്മളൊരു എന്താ പറയുക, മോബ് ഹാവ് സെവറൽ ഹെഡ്സ് ബട്ട് ഓൺലി വൺ ബ്രെയിൻ എന്നാണ് പറയുക. ഒരു ജനക്കൂട്ടം പോലെ നിൽക്കുന്ന ആളാണെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറെ നമ്മൾ എങ്ങനെയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് അയാളോട് സംസാരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കി ഒരാൾ അടിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അടിക്കും. അപ്പോൾ അത് സൈക്കോളജിക്ക് മനസ്സിലുള്ളതുകൊണ്ട് ഒരാളെ മാത്രമേ വിളിച്ചു. എന്ന് വെച്ചാൽ നിങ്ങളിവിടുത്തെ എന്തെങ്കിലും പഞ്ചായത്ത് അങ്ങനെ എന്തെങ്കിലും നേതാവാണോ എന്നൊക്കെ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അയാൾക്ക് തന്നെ ഞാൻ ലീഡറാണെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് അയാൾ തോന്നിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ അയാളൊന്നും മയപ്പെടണമെന്നില്ല, ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യമൊക്കെ അയാൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. സാറ് ആ സ്വർണ്ണങ്ങളൊക്കെ അവർ കാശ് കൊടുത്തിട്ട് അവർ വാങ്ങിച്ചതാണ്. അപ്പോൾ അവർക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ജ്വല്ലറിക്കാർക്ക്.
അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ കാശ് സാറ് കൊടുക്കണം, അല്ലെങ്കിൽ സ്വർണം തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ സാറ് കൊടുത്ത് പോവില്ല. ഇതാണ് അറിയാവുന്ന തമിഴും മലയാളം കൂട്ടിയിട്ടുള്ള അവരുടെ ഡയലോഗ്. പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധി, അതിനെന്താ ചെയ്യാലോ, നമുക്ക് ഇവിടെ വെച്ച് റോഡിൽ നിന്ന് സംസാരിക്കണ്ടേ, ഇപ്പോൾ തന്നെ 5 മണി 5:30 ആവാറായില്ലേ, നമുക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അടുത്ത്, നമുക്ക് അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാം. അവർ സമ്മതിച്ചു. അങ്ങനെ വണ്ടി കയറ്റി ഡ്രൈവറെ തോളത്ത് തട്ടി വിട്ടോ, ഇനി ചെന്നൈ ടൗണിൽ എന്നിട്ട് നിൽക്കാൻ പാടുള്ളൂ. ഇവർ പിന്നാലെ ബൈക്കും ഇതൊക്കെ എടുത്ത് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു പാച്ചലിൽ ഇവിടെ വന്ന് ചെന്നൈ ടൗണിൽ വന്നൊരു ചായക്കടയിൽ അവിടെ വന്ന് നിർത്തിയപ്പോഴാണ് കംപ്ലീറ്റ് ഡീസലൊക്കെ തെറിച്ചിട്ട് വണ്ടി കാണാൻ പറ്റാത്ത രീതിയിലായി. എങ്ങാനും ആ പോകുന്ന വഴിയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റി റൂട്ട് തെറ്റി എങ്ങാനും ഇവരുടെ മുന്നിൽ വന്ന് പെടന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞു പണി. അതൊരിക്കലും മറക്കാൻ കഴിയില്ല, ആ കള്ളനും മറക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഒരു തദ്ദേശീയരായിട്ടുള്ള അവിടുത്തെ പോലീസുകാരുടെ ഒരു സഹകരണം ഉണ്ടാവില്ലേ? എൻ്റെ അനുഭവങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഒരു സമയത്ത് എൻ്റെ ഒരു CI, ഞാൻ CI ആയിരിക്കുന്ന സമയത്താണ്, അയാൾ ഇതുപോലെ തന്നെ കുറേ കള്ളം അവിടെ നിന്ന് സ്വർണ്ണമൊക്കെ അതുപോലെ തന്നെ റിക്കവർ ചെയ്ത് പിന്നെ അവർ ഗ്യാങ് കൂടി, നാട്ടുകാരെല്ലാവരും കൂടി. അപ്പോൾ ഈ പോലീസ് ഓടി അടുത്ത് കണ്ട പോലീസ് സ്റ്റേഷനിൽ കയറി. പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ കാണുമ്പോൾ സിനിമയിൽ കാണുന്ന പോലെയാണ്. പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരടക്കം തോക്കിട്ടിട്ടു അവർ സ്റ്റേഷനിൽ നിന്ന് ഓടിപ്പോയി. കാരണം ഈ വരുന്നവരൊക്കെ വലിയ ഗുണ്ടകളാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പോയി. ഇയാളിങ്ങനെ വരച്ച് നിൽക്കുക പോലീസ്. അപ്പോൾ അതിനകത്ത് ഗ്രാമത്തലവനുണ്ട്, നമ്മൾ കേരളത്തിൽ മാത്രമേ ഗ്രാമത്തലവന്മാരില്ലാത്തുള്ളൂ. ആ ഗ്രാമത്തലവൻ വന്ന് രക്ഷിച്ചു. അയാൾ പറഞ്ഞു, എന്തായാലും നിങ്ങൾ റിക്കവർ ചെയ്തൊക്കെ കൊടുക്കുക, ബാക്കി നിങ്ങളൊന്നും അവർ ചെയ്യില്ല, എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞ് അവർ പോയി. അങ്ങനെയാണ് ജീവനം കൊണ്ട് ഇവിടെ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള കേട്ടറിവ് ലോക്കൽ പോലീസ് ഒരിക്കലും അവിടെ അവരുടെ ജോലിക്കാർക്കൊക്കെ ഇവർക്ക് എന്തെങ്കിലും, നമ്മൾ വേറെ സ്റ്റേറ്റിന് മോശമായിട്ട് പറയണതല്ല, ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മന്ത്ലി എന്തെങ്കിലും കൊടുക്കേണ്ടാവണം ഇങ്ങനത്തെ ഇടപാടെല്ലാം നടത്തുന്നത്. അവർക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് അവരോടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരോട് അറിയിക്കാതെ പോകുന്നത്. അന്ന് അങ്ങനെ കക്ഷി രക്ഷപ്പെട്ടു മാത്രം.